ഹായ്, ഇത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് കസുകസ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കുരു കളഞ്ഞ ഡേറ്റ്സ് കഴുകിയിട്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. കുറച്ച് നേരം അതങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര ഗ്ലാസ്സാണ് നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ചുള്ള പാല് നമ്മളെടുത്ത് തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഡേറ്റ്സ് നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നമ്മളത് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ ഏലക്കയുടെ തരി ഉണ്ടാവും. ഡേറ്റ്സിൻ്റെ അടിയാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടാറുമ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കസുകസ് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഇത് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.